ഈ അധ്യായത്തിലൂടെ ബ്രയാൻ ട്രേസി പറയുന്നത് പണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. നമുക്ക് പലപ്പോഴും അറിയാം പണം വലിയ ഒരു കാര്യമല്ല എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നൊന്നും പണത്തിനെ കുറിച്ച് ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പറയാനൊന്നും കഴിയില്ല എങ്കിലും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഓക്സിജൻ പോലെ ആവശ്യമുള്ള ഒന്നാണ് പണമെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക്, ഒരു മനുഷ്യന് ജീവിക്കുവാൻ ഓക്സിജൻ ആവശ്യമുള്ളതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഓക്സിജൻ പോലെ തന്നെ പണവും പലപ്പോഴും ആവശ്യമായി വരും. ഏതാണ്ട് ഒരു 60% പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് പണമെന്ന് പറയാൻ കഴിയുകയില്ല എങ്കിലും ഏതാണ്ട് ജീവിതത്തിലെ ഒരു 60% പ്രശ്നങ്ങൾക്കും പണം ഒരു സൊല്യൂഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എനർജി തന്നെയാണ് മണി എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുക. അപ്പൊ ജീവിത കാലയളവില് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രം എടുക്കാവുന്ന ഒരു ഉത്തരവാദിത്തമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്ന് തന്നെ പറയാം, പണം കൈകാര്യം ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയേണ്ടി വരും. അവിടെയൊക്കെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുവാണ്. അവിടെയൊക്കെ പണം സമ്പാദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുമൊക്കെ കൃത്യമായ ഒരു നിയമങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി പോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളിലൊക്കെ പെട്ടുപോകുവാൻ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലേക്ക് പെടുവാൻ സാധ്യതയുള്ളതാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നതിലെ പിഴവുകൾ എന്ന് തന്നെ പറയാം. പലപ്പോഴും നമുക്കറിയാം ഏറ്റവും പ്രശ്നങ്ങളിൽ അകപ്പെട്ട ആളുകളിൽ ഒരു 50% പേരും സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം അവരൊരു പ്രശ്നത്തിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പിഴവുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ കൃത്യമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വളരെയധികം ആലോചിച്ച് വേണം ഈ പണം കൈകാര്യം ചെയ്യുന്നതിലെ രീതികൾ നമ്മൾ തീരുമാനിക്കുക. അതിന് നമ്മൾ ദീർഘകാല ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളും തയ്യാറാക്കി വെക്കണം എന്ന് പറയും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ ലക്ഷ്യം നേടുമ്പോൾ ദീർഘകാല ലക്ഷ്യങ്ങളും ഹ്രസ്വകാല ലക്ഷ്യങ്ങളുമൊക്കെ നമ്മൾ ചാർട്ട് ചെയ്യാറുള്ളത് പോലെ ദീർഘകാലമായിട്ടുള്ള ലക്ഷ്യം സാമ്പത്തികം നേടുന്നതിൽ, അല്ലെ സാമ്പത്തിക ഭദ്രതയിൽ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. ആ ഒരു ദീർഘകാല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഹ്രസ്വകാലമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പലതും നേടിക്കൊണ്ടുവേണം മുന്നിലേക്ക് പോകുവാൻ എന്ന് പറയുന്നു. ഇവിടെ ബ്രയാൻ ട്രേസി അടിവര ഇട്ടുകൊണ്ട് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. മുൻപ് പല അധ്യായത്തിലും പറഞ്ഞത് തന്നെ ഈ സാമ്പത്തിക ലക്ഷ്യം നേടുന്ന കാര്യത്തിലും ബ്രയാൻ ട്രേസി അതേ കാര്യം തന്നെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. സ്വയം കബളിപ്പിക്കരുത്. നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഈ തലത്തിൽ മാറരുത് എന്ന് അടിവരയിട്ട് പറയും. അപ്പൊ അത് പലപ്പോഴും പല ആളുകളും ഇങ്ങനെ സ്വയം കബളിപ്പിക്കുന്ന തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിൽ പോകുവാറുണ്ട്. അത് കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞാൽ, ഇത്തരം ഒരു സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിൽ, ദീർഘകാലമോ ഹ്രസ്വകാലമോ ആയിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യം നേടുന്നതിലോ സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് ജീവിതകാലത്തിൽ മാസങ്ങളോളം വർഷങ്ങളോളം ജോലി ഇല്ലാതെ വന്നാൽ പോലും സുഖകരമായിട്ട് ജീവിക്കുവാനുള്ള സമ്പത്ത് കയ്യിൽ ഉണ്ടാവുന്നതിനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മാസം നമുക്ക് ജോലിയൊന്നുമില്ല, ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന അവസ്ഥ വന്നാൽ ആ ഒരു മാസം മുഴുവൻ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മാസം നമ്മൾ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഇത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ മുഴുവൻ ജീവിതത്തിൽ, നമ്മുടെ ആയുസിന്റെ അവസാന തലം വരെ നമുക്ക് ഇതുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിയവരെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ നേടിയവരെന്ന് പറയുവാൻ കഴിയും. അപ്പൊ അങ്ങനെ പലപ്പോഴും ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു പോകുമ്പോൾ, അല്ലെ ഈ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ
ഇവിടെ പരാജയപ്പെടുന്ന ആളുകൾ എല്ലാവരും വിജയിക്കാറില്ല, എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാറുമില്ല. കാരണം നമുക്കറിയാം, ജീവിതത്തിന്റെ ഏകദേശം റിട്ടയർമെന്റ് 55-60 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ചെയ്യുന്ന കാലയളവ് വരെ ജോലി ചെയ്തിട്ട് വീണ്ടും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ 60, 70, 75, 80 പോലും ജോലി ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ അവർ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ പരാജയപ്പെട്ടവരാണ്. പക്ഷെ അവർ അഭിമാനത്തോടെ പറയും 80-ാം വയസ്സിൽ ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നതൊക്കെ പറയാൻ കഴിയും. പക്ഷെ അവിടെ ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നത് കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ സമയത്തും അവർക്ക് ജോലി ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് കഴിയാതെ വരുമ്പോഴാണ് അവർ വീണ്ടും പോയി ജോലി എടുക്കേണ്ടി വരിക. ഇത് പറയുമ്പോൾ നമുക്ക് ഭൂരിപക്ഷം പേർക്കും ഇത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് ഇതിലെ ഒരു വസ്തുത. അപ്പൊ ഇവിടെ സ്വയം കബളിപ്പിക്കരുതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സ്വയം കബളിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ബ്രയാൻ ട്രേസി പറയുന്നത്, ഈ സാമ്പത്തിക സുരക്ഷ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പണം അല്ലെങ്കിൽ ഉദ്ദേശിച്ച സമ്പത്ത് നമുക്ക് നേടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ പറയുന്ന പരാജയം, ഇച്ഛാഭംഗവും നേരിട്ട് കഴിയുമ്പോൾ ചിലർ പറയുന്ന കാര്യമാണ് ഈ ഒരു സ്വയം കബളിപ്പിക്കൽ. പണത്തിനെ അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പണം നേടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നതിനൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ അതിനേക്കാൾ വലിയ ഉയർന്ന ചിന്താഗതിക്കാരൻ. എനിക്ക് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി വലിയ വലിയ മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുവാനുള്ളത് എന്ന് പറയുന്നത് ഒരു സ്വയം കബളിപ്പിക്കലാണ്. കാരണം ഈ ഒരു സുരക്ഷ നേടുവാൻ, സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ കഴിയാതെ ഇച്ഛാഭംഗം വന്നു കഴിയുമ്പോൾ പലരും പറയാറുള്ള ഒരു വാക്കാണ്, ഈ പണത്തിനെ ഞാൻ അത്ര വലിയ കാര്യമായിട്ട്, പണം ഉണ്ട് എല്ലാം ആയതുകൊണ്ട് എല്ലാം ഉണ്ടാവുകയൊന്നുമില്ല, അല്ലെങ്കിൽ പണം നേടുന്നത് കൊണ്ട് നമുക്ക് എല്ലാം ആയില്ലല്ലോ, പണത്തിന് എനിക്ക് ആവശ്യമേ ഇല്ല, പണം എനിക്ക് പ്രശ്നമേ അല്ല, പണം പുല്ല് എന്ന് പറഞ്ഞു പോകുന്ന തലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും ഒരു സ്വയം കബളിപ്പിക്കലായിട്ടാണ് ബ്രയാൻ ട്രേസി ഇവിടെ വരച്ചു കാണിച്ചത്. ഇവിടെ തന്നെ മില്യനെയർ മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കോടീശ്വര മനസ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഹാർവ് ഏക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. കോടീശ്വരനാകുവാൻ താല്പര്യപ്പെടുന്നവർക്ക് അവരുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തേണ്ട രീതികളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഈ മില്യനെയർ മൈൻഡ് എന്ന് പറഞ്ഞ ഹാർവ് ഏക്കറിന്റെ ബുക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സെമിനാറുകളിൽ ഇവരെല്ലാം തന്നെ പുസ്തകം എഴുതുക മാത്രമല്ല ഇവരുടെ ജോലി, സെമിനാറുകൾ നടത്താറുണ്ട്, ക്ലാസ്സുകൾ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്, ഇത്തരം വലിയ വർക്ക്ഷോപ്പുകളൊക്കെ ഇവർ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഈ ഹാർവ് ഏക്കറിന്റെ വർക്ക്ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സെമിനാറുകളിൽ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുന്നവരോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പണത്തെ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പണമൊന്നുമല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നവരോട് ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ഇദ്ദേഹം ചോദിക്കാറുണ്ട്, സാമ്പത്തിക സുരക്ഷിതം നേടുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാപ്പരായിട്ടുണ്ടെന്ന്. ഈ സംഭവത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ബ്രയാൻ ട്രേസി പറയുന്നത്. ഒന്നുകിൽ പാപ്പരാവുക, അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ട് ഇച്ഛാഭംഗം സംഭവിക്കുമ്പോഴാണ് പണത്തെ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാൻ ചെയ്യേണ്ട ടിപ്സുകളിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ പണത്തിന് ഒരു കരുതൽ ഉണ്ടായിരിക്കണം എന്ന് പറയും. നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ കുറച്ചാണെങ്കിലും പണം കാണും, അധികം ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഈ പണത്തിനൊരു കൃത്യമായ കരുതലോടുകൂടി വേണം നമ്മൾ ചെലവഴിക്കുവാൻ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ കോടീശ്വരന്മാരുടെ വീട്ടിൽ ജനിച്ച കുട്ടികളുടെ കാലമാകുമ്പോൾ ചിലപ്പോൾ അവര് ദരിദ്രന്മാരായിപ്പോകും. കാരണം അതേ ഒരു സുരക്ഷിതത്വം നേടുവാനുള്ള എബിലിറ്റി അടുത്ത തലമുറയ്ക്ക് കാലത്തിനൊത്തുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഇല്ലാതെ വരുമ്പോഴാണ് പഴയ വലിയ തറവാടുകളാണ്, കുടുംബങ്ങളാണ് പിന്നീട് പുതിയ പുതിയ തലമുറകളിൽ വരുമ്പോൾ അവര് ദരിദ്രരായിട്ടൊക്കെ പോവുക. അവിടെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയാതെ പോകും. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് വേണം ഈ സാമ്പത്തിക ലക്ഷ്യം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് പോകുക. ഇപ്പൊ ഉദാഹരണത്തിന് വലിയ കടങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് ഒരുപാട് കടബാധ്യതകളിൽ അല്ലെങ്കിൽ നമുക്ക് അടയ്ക്കുവാനുള്ള ബില്ലുകൾ. ഇപ്പം നമ്മൾ ബ്രയാൻ ട്രേസിയിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ടല്ലോ,
റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ധനികനായ അച്ഛനും ദരിദ്രനായ അച്ഛനും എന്നുള്ളൊരു പുസ്തകം എഴുതിയ റോബർട്ട് കിയോസാക്കിയുടെ, ഒരുപക്ഷെ ഈ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കും സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകുന്നിടത്ത് എല്ലാം തന്നെ പ്രചോദക പ്രഭാഷകർ ഉൾപ്പെടെ ഏറ്റവും അധികം അനുവർത്തിക്കുന്ന ഒരു പുസ്തകം അല്ലെ എഴുത്തുകൾ എന്ന് പറയുന്നത് ഈ ഒരു റോബർട്ട് കിയോസാക്കിയുടെ ചിന്തകളെയാണ് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം നേടുവാനായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് കൂടുതലും റോബർട്ട് കിയോസാക്കിയുടെ ബുക്കുകളെ ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ, വലിയ കടക്കെണിയിൽ നിന്നൊക്കെ നമ്മൾ പറയും, കടക്കെണിയിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ചിന്തകളിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവര് ജീവിതം തന്നെ അവസാനിപ്പിച്ചിട്ടൊക്കെ പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടു. ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള തലങ്ങളിലൊക്കെ പോകുന്ന വ്യക്തികളെ കുറിച്ചിട്ട് കേട്ടു. അപ്പൊ കടക്കെണിയിൽ പെട്ടുകഴിയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ ഞാൻ കൂടുതൽ ഇനി സമ്പാദിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതിലേത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടം തലയ്ക്ക് മീതെ നിൽക്കുന്നു, അല്ലെങ്കിൽ അടയ്ക്കുവാനുള്ള ബില്ലുകൾ. റോബർട്ട് കിയോസാക്കി പറഞ്ഞത് ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബില്ല്, ജോലി ചെയ്യുക, വരുമാനം ഉണ്ടാക്കുക, ബില്ലുകൾ അടയ്ക്കുക എന്നുള്ളൊരു കാര്യം. ഏതാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഏതാണ്ട് അതേ വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, ബില്ലുകൾ അടയ്ക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ബില്ലുകളെല്ലാം അടച്ചു തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ മാസം അവസാനമാകുമ്പോൾ ബാലൻസ് വരിക വളരെ കുറവായിരിക്കും, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെലവിനേക്കാൾ കൂടുതൽ അധികം സമ്പാദിക്കുവാനുള്ള ഒരു സ്കിൽ സെറ്റ് നേടുന്നവരാണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് എത്തിച്ചേരുക. കാരണം പലപ്പോഴും പലർക്കും സമ്പാദിക്കുവാനുള്ള കഴിവുണ്ട്, എബിലിറ്റി ഉണ്ടെങ്കിലും അത് ചെലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചെലവിനേക്കാൾ കുറവായിരിക്കും അവരുടെ സമ്പാദ്യത്തിനുള്ള ശേഷി എന്നുള്ള തലത്തിൽ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവര് സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ എത്തുകയില്ല, അല്ലെങ്കിൽ കടബാധ്യതയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ കടബാധ്യതയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അവർ ചോദിക്കുന്ന, പലപ്പോഴും സാമ്പത്തിക വിദഗ്ധരോട് വന്ന് ഏറ്റവും വലിയ കടക്കണിയിൽപ്പെട്ട ആൾ ചോദിക്കുന്നത്, ഞാൻ സേവ് ചെയ്യുകയാണോ ഇനിയുള്ള ജീവിതത്തിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമ്പാദിച്ചു വെക്കുകയാണോ ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കടങ്ങളെ വീട്ടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അപ്പൊ ഇവിടെ ബ്രയാൻ ട്രേസി ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു ആൻസർ ഇതാണ്: രണ്ടും വേണം. കടക്കണിയിൽപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ രണ്ട് കാര്യങ്ങളും ചെയ്യണം. നമ്മൾ കടങ്ങൾ വീട്ടുക എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്, അതോടൊപ്പം തന്നെ നിക്ഷേപിക്കുക, സമ്പാദിക്കുക എന്നുള്ളൊരു ശീലം, ഒരു ഹാബിറ്റ് കൂടി. ഈ ഹാബിറ്റ് ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും കടത്തിലേക്ക് ചെല്ലുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു 1000 രൂപ വരുമ്പോൾ അതിൻ്റെ 10 മുതൽ 20% വരെയുള്ള തുക നിക്ഷേപത്തിലേക്ക് മാറ്റിവെക്കുക, അല്ലെങ്കിൽ 100 രൂപ കിട്ടുമ്പോൾ 10 രൂപയെങ്കിലും നിക്ഷേപത്തിലേക്ക് മാറ്റിവെക്കുവാൻ കഴിവുള്ള വ്യക്തികൾക്ക് മാത്രമേ 1 കോടി രൂപ കിട്ടിയാലും സമ്പാദിക്കുവാൻ കഴിയൂ. കാരണം അതൊരു ഹാബിറ്റാണ്, പ്രത്യേക കഴിവുകളൊന്നുമില്ല, നമ്മുടെ ഒരു സ്വഭാവമായിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യമാണെന്നാണ് ബ്രയാൻ ട്രേസി ഉൾപ്പെടെയുള്ളവർ അടിവരയിട്ട് പറയുന്നത്. ആ ഒരു സ്വഭാവം, ആ ഒരു ഹാബിറ്റ് എന്ന് ശീലിച്ചു തുടങ്ങുന്നോ ഇവരാണ് കാലക്രമത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ നമ്മൾ എത്തിച്ചേരുക എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കുമ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടെ കടക്കണിയിൽ പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു മാന്ത്രിക ദണ്ട് സമ്പാദിക്കണം. അതൊരു സങ്കല്പം മാത്രമാണ്. മാന്ത്രിക ദണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, കടക്കണിയിൽ പെട്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത്, ആ ഒരു കടക്കണിയിൽ വീണ് കഴിയുമ്പോൾ പിന്നീട് ചെയ്യേണ്ടത് നമുക്ക് സമ്പാദിക്കുവാനുള്ള എബിലിറ്റി കൂട്ടുക, കൂടുതൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി നമ്മുടെ എബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്കില്ല് നേടുവാനുള്ള പഠനങ്ങൾ വീണ്ടും നടത്തുക. ചിലപ്പോൾ അതിനുവേണ്ടിയും പണം ചെലവാക്കേണ്ടി വന്നേക്കാം, പക്ഷേ ആ പണം ചെലവാക്കുന്നത് നമ്മളെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ച് ചിലപ്പോൾ പിന്നീട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെ എത്തിച്ച് തരുവാൻ സാധിക്കും. അപ്പൊ അവിടെ 3 തലങ്ങളിൽ പണം നിക്ഷേപിക്കണമെന്നാണ് ബ്രയാൻ ട്രേസി പറയുന്നത്. കടക്കണിയിൽ വീണാൽ ആദ്യം നമ്മുടെ
സ്കിൽ സെറ്റ്, പണം നേടുവാനുള്ള സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള പഠനങ്ങൾ നമ്മൾ അതിനുവേണ്ടി പണം ചിലവാക്കേണ്ടി വന്നാൽ അത് ചിലവാക്കുക തന്നെ വേണം എന്ന് പറയുന്നു. അതോടൊപ്പം പിന്നീട് കടങ്ങൾ വീട്ടുവാൻ ചെറിയ ചെറിയ രീതിയിൽ ഹ്രസ്വമായിട്ട് ആ കടത്തിന്റെ ഗഡുക്കൾ തീർക്കുവാനുള്ള നിക്ഷേപങ്ങൾ നമ്മൾ നടത്തണം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിലേക്ക് വേണ്ട നിക്ഷേപവും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ 3 തലങ്ങളിൽ കൂടി പുതിയതായിട്ട് നിക്ഷേപം നടത്തേണ്ടതായിട്ടുണ്ട് കടക്കണിയിൽ വീണവർ എന്നാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, നമുക്ക് ചിലപ്പോൾ കടക്കണിയിൽ വീണിരിക്കുമ്പോൾ പോലും ഒരു സാമ്പത്തികമായിട്ട് നേടുവാനുള്ള ഒരു സ്കില്ല് ഉള്ള ആളുകളായിരിക്കും. കാരണം അത്തരം ഒരു പ്രായപരിധി എത്തുമ്പോഴൊക്കെയാണ് മിക്കവാറും എല്ലാവരും കടക്കണിയിലേക്ക് വീണ് പോകുക. ചെറുപ്പത്തിലെ ഒന്നും കടക്കണിയിൽ വീഴുന്ന ഒരു അപൂർവമായിട്ട്. അപ്പോൾ ആ ഒരു പ്രായത്തിനിടയ്ക്ക് നമുക്ക് പണം നേടുവാനുള്ള ചെറിയൊരു സ്കില്ല് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്കില്ലിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പൊ ഇത് ഈ കടമടയ്ക്കുകയും നിക്ഷേപം ചെയ്യുകയും അല്ലെങ്കിൽ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളിടത്ത് പണം ചെലവഴിക്കുകയും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ നിത്യ ചിലവുകൾ, കുടുംബത്തിലെ കാര്യങ്ങൾ, അങ്ങനെ മറ്റു പല ബില്ലുകളും നമുക്ക് അടച്ചു പോകേണ്ടതാണ്. അതിനെ കൃത്യമായിട്ട് അടഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം ഉള്ളതോടൊപ്പം തന്നെ അധികമായിട്ട് വേറെ സമ്പാദിക്കുക. പലപ്പോഴും എക്സ്ട്രാ ഇൻകം എന്നൊക്കെ ഇന്ന് വളരെയധികം പറയാറുണ്ട്, പോപ്പുലറായ ഒരു വേർഡാണ്. അധിക വരുമാനം സൃഷ്ടിക്കുക. ഈ അധിക വരുമാനം സൃഷ്ടിക്കുന്നതിലൂടെ ആയിരിക്കണം നമ്മുടെ ഈ കടങ്ങൾ വീട്ടുവാനും പുതിയ സ്കിൽ സെറ്റ് നേടുവാൻ പണം ചെലവഴിക്കേണ്ടതും നിക്ഷേപത്തിലേക്ക് മാറ്റിവെക്കുവാനും ഉള്ളതൊക്കെ ഈ അധിക വരുമാനത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത്. അതിന് ചിലപ്പോൾ ഈ ഒരു കടക്കണിയിൽ പെട്ട ആളുകൾ സാധാരണ ആളുകൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. എങ്കിലും ആ ഒരു കെണിയിൽ നിന്ന് പുറത്തു കിടക്കുന്നത് വരെ ഈ ഒരു സമയം ചെലവഴിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പണം നേടണം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടണമെങ്കിൽ ആദ്യമേ വേണ്ടത് ആഗ്രഹം അതിനുവേണ്ടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്കതൊരു ആ കടത്തിൽ നിന്ന് കരകയറണം, സാമ്പത്തിക സുരക്ഷിതത്വം നേടണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യം ഉണ്ടായിരിക്കുക. അതിന് തീവ്രമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പടി. പിന്നീട് പറയുന്നത്, നമ്മൾ നമ്മളോട് തന്നെ അവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കേണ്ടതായി. എന്താണ് നമുക്ക് ശരിക്കും വേണ്ടത്? ഇപ്പൊ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന ഒരാളാവാം, ഇതില്ലാതെയാണെങ്കിൽ തന്നെയും സാമ്പത്തിക സുരക്ഷയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ടത്, നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര തുകയുണ്ടെങ്കിലാണ് നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ കഴിയും. അപ്പോൾ അവിടെ വരാവുന്ന ഒരു സംശയം കൂടിയുണ്ട്. അതിനു മുമ്പ് എന്താണ് നമുക്ക് ശരിക്കും വേണ്ടത്, ആ ആവശ്യം നമുക്ക് എത്ര കണ്ട് അനിവാര്യമാണ്, ഈ 2 ചോദ്യങ്ങൾ ചോദിക്കണം നമ്മൾ. എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എത്ര പണം വേണമെന്നും ഇത് വേണ്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത് നേടുന്നത് കൊണ്ട് നേടുന്നതിന്റെ ആവശ്യം എനിക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ 2 ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ സാമ്പത്തിക സുരക്ഷ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമ്മൾ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്. നമുക്കിപ്പോൾ ഒരു മാസം നമ്മൾ വെറുതെ ജോലിയൊന്നുമില്ല, വരുമാനമൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു മാസം ജീവിക്കുവാൻ നമുക്ക് എത്ര തുകയാണ്, അത് സുഖകരമായിട്ട് ജീവിക്കും. കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നിത്യനിദാന ചെലവുകളൊക്കെ ഒഴിവാക്കി നമ്മുടെ പല പല ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് അതൊന്നും ഇപ്പൊ എനിക്ക് ആവശ്യമില്ല എന്ന് കരുതി ജീവിക്കുകയല്ല. നമുക്ക് ഏറ്റവും സുഖകരമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരു മാസം നമുക്ക് എത്ര തുകയാണ് ആവശ്യമുള്ളത്, ഇതിനെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാൻ എത്ര പണം വേണമെന്ന്, അല്ലെങ്കിൽ എത്ര പണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർഷം സുഖകരമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളത് അറിയുവാൻ കഴിയും. ഇങ്ങനെ നേടുന്നതിന് ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ ആയുസിന്റെ ഏകദേശം ഇനി എത്ര നമുക്ക് വർഷം കൂടി നമുക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കണക്കാക്കുക. ചിലപ്പോൾ 10, 20, 30, 40 ഒക്കെ വർഷങ്ങൾ മുൻപോട്ടുണ്ടെങ്കിൽ, അല്ലെ ചിലപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം പലപ്പോഴും നേടുക 40 വയസ്സിന് ശേഷമാണ് മിക്കവാറും എല്ലാ മില്യനെയറും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രായത്തിന് ശേഷം എത്ര വർഷം കൂടി നമുക്ക് ജീവിക്കാൻ ഈ തുക ആവശ്യമുണ്ടെന്നതിനെ കണക്കാക്കുക. ഈ തുക നമ്മുടെ കയ്യിൽ ആസ്തിയായിട്ടോ പണമായിട്ടോ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം നേടി എന്ന് അവിടെ തീരുമാനമെടുക്കുവാൻ കഴിയും.
കാരണം ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും ഇനി അങ്ങോട്ട് മുഴുവൻ ജീവിക്കാനുള്ള പണം എൻ്റെ കൈവശമുണ്ട്, അതിനുള്ള ആസ്തി എൻ്റെ കൈവശമുണ്ട് എന്ന തലത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അയാൾ സാമ്പത്തിക സുരക്ഷിതത്വം നേടും. അപ്പോൾ അവിടെ ബ്രയാൻ ട്രേസി പറയുന്നത്, ഞാനിപ്പോൾ ഒരു 45 വയസ്സിൽ സാമ്പത്തിക സുരക്ഷ നേടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനം എടുക്കാം. വേണമെങ്കിൽ ഉള്ള ജോലിയെ അവിടെ വെച്ച് നമുക്ക് രാജിവെക്കാം, അല്ലെങ്കിൽ ആ ജോലിയിൽ തുടർന്നു പോകാം. ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. കാരണം സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അല്ലെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ റിട്ടയർമെന്റ് വേണമെങ്കിൽ എടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ഇത് തന്നെ റോബർട്ട് കിയോസാക്കിയും പറഞ്ഞിട്ടുണ്ട്. യങ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതി. ചെറുപ്പത്തിൽ തന്നെ റിട്ടയർമെന്റ് എടുക്കുക, അതായത് ഒരു 40-45 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗവേഷണമാണ് ആ പുസ്തകത്തിൽ. ഇങ്ങനെ വേണമെങ്കിൽ അവിടെയും ഒരു റിട്ടയർമെന്റ് എടുക്കാം. കാരണം ഇതിന് റോബർട്ട് കിയോസാക്കിയെ പോലുള്ളവർ പറയുന്നത്, ജീവിതത്തിലെ മൂല്യങ്ങളെ മുഴുവൻ പിന്നീട് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ഈ റിട്ടയർമെന്റ് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ചെല്ലേണ്ട ഇടങ്ങളിലൊക്കെ കൃത്യമായിട്ട് ചെല്ലുവാനും പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ചെന്ന് സംബന്ധിക്കുവാനും കൃത്യമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടുവാനും നടത്തി കൊടുക്കുവാനും ഒക്കെ ഈ റിട്ടയർമെന്റ് ചെയ്തവർക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല. കാരണം ജോലി ഇങ്ങനെ കൃത്യമായി ഓരോ മിനിറ്റും മണിക്കൂറും സമയവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മറ്റു പല കാര്യങ്ങളും അവിടെ നഷ്ടമാകും. അപ്പോൾ നമ്മൾ റിട്ടയർമെന്റിന് ശേഷം ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോഴും നമുക്ക് പിന്നീട് പ്രായം ഒരുപാട് കഴിഞ്ഞു പോയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള ചെന്ന് സംബന്ധിക്കേണ്ട സ്ഥലങ്ങൾ ചിലപ്പോൾ പിന്നീട് അത്രയധികം കണ്ടെന്ന് വരില്ല, അല്ലെങ്കിൽ അതിനുള്ള ശാരീരിക സ്വാതന്ത്ര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരില്ല എന്നുള്ളത് റോബർട്ട് കിയോസാക്കി ആ പുസ്തകത്തിലൂടെയൊക്കെ പറഞ്ഞു. യങ് റിട്ടയർമെന്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ. ഇങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നേടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് റിട്ടയർമെന്റ് എടുക്കാം എന്നുള്ളതും ബ്രയാൻ ട്രേസി ഇവിടെ പറയുന്നു. ഇവിടെ നമുക്ക് കഴിയുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് കാരണം ലോകത്തിലെ നമ്മൾ കണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ഒരു ചിന്ത ഒരുപക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉള്ളതായിട്ട് നമുക്ക് കേട്ടറിവില്ല. കാരണം 10-60 വയസ്സ് വരെ ജോലി ചെയ്ത് പെൻഷനും ഒക്കെ പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നിരന്തരം കണ്ടുവന്നിരിക്കുന്നത്, അല്ലെ? അതിനിടയ്ക്ക് റിട്ടയർമെന്റ് എടുക്കുക, ഇതൊക്കെ ഒരു ഭ്രാന്തല്ലേ എന്ന് ചോദിക്കുക. പക്ഷെ അത് പരിശീലിച്ച് അത് നടപ്പിലാക്കിയ അനവധി ആളുകളുണ്ട്. ഈ റോബർട്ട് കിയോസാക്കി തന്നെ തന്റെ ജീവിതത്തിൽ അത് നടപ്പിലാക്കിയിട്ടാണ് ഇദ്ദേഹം അതിന്റെ പുസ്തകം എഴുതിയത്. കാരണം ഇദ്ദേഹം വലിയൊരു കടക്കിണിയിൽപ്പെട്ട് തന്റെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ചില ചരിത്രങ്ങളൊക്കെ പഠിച്ചാൽ നമുക്കറിയാം. ഇദ്ദേഹം 30-ാമത്തെ വയസ്സിലൊക്കെ കാറായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്, പഴയ കാറ്. ഇദ്ദേഹവും ഭാര്യയും കൂടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കാറിന്റെ ഉള്ളിലായിരുന്നു. കാരണം ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പോയി, ബാക്കിയെല്ലാം കടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ഈ കാറിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങി ജീവിച്ച കാലമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ നടപ്പിലാക്കിയ പദ്ധതികളിലൂടെ ഇദ്ദേഹം വീണ്ടും ഒരു കോടീശ്വരനായി മാറി. ഇദ്ദേഹം ആസ്വദിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് ഇദ്ദേഹം 10 വർഷം കൊണ്ട് എത്തിച്ചേരുകയും പിന്നെ അങ്ങോട്ട് 42-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം റിട്ടയർമെന്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സുഖകരമായിട്ട് ജീവിച്ചു പോയ അവസ്ഥയെ പറ്റിയൊക്കെ പറയുന്നു. ജോലി ഒന്നും തന്നെ ചെയ്യാതെ പിന്നീട് അങ്ങോട്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം വന്ന് നിറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു 10 വർഷം കൊണ്ട് ഇദ്ദേഹം ചെയ്തു വരും. കാരണം ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ പോലും കോടികളാണ് ഇതിന്റെ റോയൽറ്റി ഇനത്തിൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ഓരോ വർഷവും വന്ന് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വീഴുക. അത് മാത്രമല്ല, ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ട് അഭിപ്രായം ഇദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ പോലും കോടികളുടെ തുക ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടൊക്കെ. അങ്ങനെ ഉള്ള ഒരു സെറ്റപ്പ് ഇദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടാണ് ഇദ്ദേഹം റിട്ടയർമെന്റിലേക്ക്. ഇവിടെ നമ്മളോട് 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആദർശവൽക്കരണം പരിശീലിക്കുക എന്ന് പറയുന്നു. അതായത് വരും വർഷങ്ങളിൽ നമ്മുടെ മുന്നിൽ യാതൊരു പരിധിയുമില്ലെന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഇനി വരുന്ന കാലയളവുകൾ ഇപ്പം നമ്മൾ അല്പം ഞെരുങ്ങിയും കാര്യങ്ങളൊക്കെ ചെലവ് കുറച്ച് ചെയ്തും, അല്ലെങ്കിൽ നമ്മളൊരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ വില കൂടിയ വസ്ത്രമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിനെ ഒഴിവാക്കി വില കുറഞ്ഞതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ആണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ വരും വർഷങ്ങളിൽ ഇതൊക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ആണ്
പരിമിതിയില്ലാത്ത ഒരു ജീവിതം ജീവിക്കുമെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഇതാണ് ആദർശവൽക്കരണം പരിശീലിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ കടക്കണിയിൽ നിന്ന് പുറത്ത് കടക്കാനാകാത്ത വിധം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ അതോടൊപ്പം തന്നെ ദീർഘകാല ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. കടങ്ങൾ എത്രയാണോ ആ തുകയെല്ലാം വീട്ടി പിന്നീട് എൻ്റെ നിക്ഷേപത്തിൽ ഇത്രയധികം തുക വന്നിരിക്കുമെന്നുള്ളത് വലിയ ലക്ഷ്യമേ അല്ലെങ്കിൽ ദീർഘകാല ലക്ഷ്യത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അതിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ തയ്യാറാക്കുക. ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് കടമെങ്കിൽ വരുന്ന 5 വർഷം കൊണ്ട് ഈ 50 ലക്ഷവും തീർത്ത് 1 കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നുള്ളത് ദീർഘകാല ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തുവാൻ നമ്മൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ ഓരോന്നിനെ ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ വർഷവും നമ്മൾ എത്ര തുകയായിരിക്കണം നമ്മൾ സമ്പാദിച്ചിരിക്കേണ്ടത്. 5 വർഷം കൊണ്ട് ഇത്രയും ഉണ്ടാക്കണം. 50 ലക്ഷവും 1 കോടിയും കൂടി ആയിട്ട് 1.5 കോടി രൂപ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഓരോ മാസം എത്ര നമ്മൾ സമ്പാദിക്കണം, ഓരോ വർഷം നമ്മൾ എത്രയാണ് വരുന്ന വർഷങ്ങളിൽ സമ്പാദിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര രൂപ വീതം നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം എന്ന്. ആ ഒരു കൃത്യമായ ഒരു ലക്ഷ്യങ്ങൾ തയ്യാറാക്കി ഇതിലൂടെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് 100% വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത എത്രയധികമുണ്ടോ അത്രത്തോളം നമ്മൾ കൃത്യമായി നമ്മുടെ കാര്യങ്ങളിൽ സത്യസന്ധതയും ആദർശവും പുലർത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ചേരുവാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ നമ്മൾ നമുക്ക് കഴിയുമെന്ന് ഉറപ്പായും വിശ്വസിക്കുക എന്ന് പറയും. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ യഥാർത്ഥ തീരുമാനം എന്ന് ആകുന്ന സാമ്പത്തിക ലക്ഷ്യം എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ ഏതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ കടത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൂല്യം എത്രയാണെന്ന് നമ്മൾ ആദ്യം കണക്കാക്കിയിരിക്കണം. അതിനുള്ള വഴി നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ പറഞ്ഞു. നമുക്കിപ്പോഴുള്ള സ്വത്തുവകകളും ആസ്തികളും സ്വർണം പോലെയുള്ള ആസ്തികൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ ഇതെല്ലാം കൂടി കണക്കാക്കി കടമുള്ള അല്ലെങ്കിൽ ആ സ്വത്തുവകകൾ ഇപ്പോൾ നമ്മൾ വിറ്റഴിക്കുകയാണെങ്കിൽ എത്ര രൂപ നിലവിലെ മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതുമായി കണക്ക് കൂട്ടുമ്പോൾ ആ തുകയിൽ നിന്ന് നമ്മുടെ കടങ്ങളും നമ്മൾ അടയ്ക്കുവാനുള്ള ബില്ലുകളുടെ തുകയും കുറച്ചു കഴിയുമ്പോൾ മിച്ചം വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായുള്ള ആസ്തികൾ, നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണ നിക്ഷേപങ്ങൾ ഇവയെല്ലാം കൂടെ ഇപ്പോൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും, ഇപ്പോഴത്തെ മാർക്കറ്റിലേക്കുള്ള വില എത്രയാണ്, ഇത് വിറ്റ് കഴിഞ്ഞ് നമ്മുടെ കടബാധ്യത അതിൽ നിന്ന് കുറച്ചു കഴിയുമ്പോൾ മിച്ചം വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്ര ശതമാനമാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കും. നമ്മൾ ആ ഒരു സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്തുവാൻ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുവാൻ എത്ര തുകയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്നുള്ളത് കണക്കാക്കുകയും അതിന് എത്ര വർഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നുള്ളത് കൃത്യമായി എഴുതി വെക്കുക. ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ കൊണ്ടായിരിക്കുക ഈ ഒരു സുരക്ഷയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന് നമ്മൾ ഓരോ വർഷവും വരുന്ന ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജന്മദിനം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുതുവർഷം പിറക്കുമ്പോഴും നമ്മൾ എത്ര കൂടി സമ്പാദിച്ചു കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഓരോ മാസം കഴിയുമ്പോഴും അതിന് എത്ര വീതം നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കണം. ഇതിനെ കൃത്യമായി സെറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തി കൃത്യമായ സ്ഥലങ്ങളിൽ ഇതിനുള്ള നിക്ഷേപവും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ ആദ്യം മുതലേ പറയുന്ന കാര്യം എഴുതി വെക്കുക എന്നുള്ളത് വലിയൊരു ആയുധം തന്നെയാണ്. ഈ ഒരു യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു വെപ്പൺ തന്നെയാണ് നമ്മൾ എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി എഴുതി പോകുമ്പോൾ അതിന് കൂടുതൽ ശക്തിയോടുകൂടി നമുക്കതിനെ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ഞാൻ എത്ര തുകയാണ് സമ്പാദിക്കേണ്ടത്, അതിന്റെ അടുത്ത വർഷം വരുമ്പോൾ അതിനെ എത്രയായിട്ട് വർദ്ധിപ്പിക്കണം, ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെ വർദ്ധിപ്പിച്ച് നമ്മുടെ ആ ഒരു ഡെഡ് ലൈൻ എത്തുമ്പോൾ, നമ്മൾ തീരുമാനിച്ച ആ ഒരു വർഷം എത്തുമ്പോൾ, ദിവസം എത്തുമ്പോൾ എത്ര തുകയാണ് നമ്മുടെ കൈവശം എത്തിയിരിക്കേണ്ടത്
എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൃത്യമായിട്ട് വിലയിരുത്തണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, തുടക്കം എവിടുന്നാണ്? ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മളിപ്പോ മുഹമ്മയിലേക്ക് ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് അവിടേക്ക് എത്തിച്ചേരുവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏത് വാഹനത്തിൽ പോകണം, ഏത് സ്ഥലത്ത് ചെന്നിറങ്ങണം, ലൊക്കേഷൻ മാപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കണം, ഇവിടെ കൃത്യമായിട്ട് ചെന്നിറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതുപോലെ തന്നെയായിരിക്കണം ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ, അല്ലെങ്കിൽ ഏത് സാമ്പത്തിക മാനദണ്ഡത്തിലാണോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഒരു നമ്മുടെ യാത്രയെ നമ്മൾ കണക്കാക്കുവാൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ സാമ്പത്തിക സുരക്ഷിതത്വം നമ്മൾ എന്തിനു വേണ്ടിയാണ് നേടുന്നത് എന്നതിന് നമുക്ക് കൃത്യമായൊരു ഉത്തരമുണ്ടായി. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഞാൻ നേടുന്നെങ്കിൽ ഇതിന്റെ യഥാർത്ഥമായ ആവശ്യം നമുക്ക് എന്താണ്? പിന്നീട് ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യുവാൻ ഉദ്ദേശിക്കണം. കൃത്യമായിട്ട് അവിടെ എത്ര സാമ്പത്തികം നേടിയ വ്യക്തികൾക്കെല്ലാം തന്നെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ കൂടി അതിനോടൊപ്പം തന്നെ ഉണ്ടായി. കാരണം അത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നേടുന്നതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞത് 10% സമൂഹത്തിലെ ഇല്ലാത്തവർക്കുമായിട്ട് സംഭാവന ചെയ്തിരിക്കണം എന്നുകൂടി ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ പണം സമ്പാദിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി കടങ്ങളിൽ നിന്നൊക്കെ മോചിതനായി നമുക്കുള്ളതെല്ലാം അതിശയകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൂടി തയ്യാറാക്കണം. ഈ പറയുന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ തീരുമാനിച്ച കാലയളവുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി തന്നെയും നമ്മൾ അതിശയിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെയും ലിസ്റ്റുകൾ തയ്യാറാക്കും. എന്തൊക്കെ സാധനങ്ങൾ ഞാൻ നേടിയെടുക്കും, വാങ്ങി വെക്കും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൂടി തയ്യാറാക്കി വെക്കണം എന്ന് കൂടി പറയുന്നു. ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു, സമയപരിധി മസ്റ്റാണ്. കാലയളവ് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കണം, അല്ലെങ്കിൽ അത് വെറും സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും, നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഡെഡ് ലൈൻ കൃത്യമായി നമ്മൾ അവിടെ വെച്ചിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നിലവിലെ സാമ്പത്തിക വിശകലനത്തിന്റെയും സാഹചര്യത്തിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യം ഒരുക്കുവാൻ നമ്മൾ പുറപ്പെടുക. ആ ലക്ഷ്യം ഒരുക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൃത്യമായിട്ട് അവിടേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ നേടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ലക്ഷ്യത്തിലെത്തിയാൽ നമ്മളിലേക്ക് വരാൻ പോകുന്ന പുതിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെയും നമ്മുടെ ലിസ്റ്റുകളിൽ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കണം എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ബ്രയാൻ ട്രേസി വളരെ വിനയപൂർവ്വം എടുത്തു പറയുന്നു. ഏതൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവരൊക്കെയും തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ വളരെ സുഖകരമായിട്ട് അവിടെ ചെന്ന് എത്തിച്ചേരാം എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. വളരെയധികം തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ നമുക്ക് തരണം ചെയ്തു തന്നെ പോകേണ്ടതായിട്ട്. അവിടെയൊക്കെ നമ്മൾ നേടിയെടുക്കും എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി പോവുക മാത്രമാണ്, അവിടെ മനഃശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥമായ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇന്ന് ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള പല ആളുകളെയും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ ആ പ്രതിസന്ധികൾ, വലിയ പ്രതിസന്ധികളിലൂടെ തന്നെ കടന്നിട്ടാണ് ഇവരുടെ ലക്ഷ്യങ്ങളിലേക്ക്. അപ്പൊ ഏതൊരു കാര്യം വേണമെങ്കിലും ചെയ്തു നോക്കാം, അവിടെയൊക്കെയും തടസ്സങ്ങൾ കൂടപ്പുറപ്പായിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും ഈ തടസ്സങ്ങളെയൊക്കെ നമ്മൾ മറികടന്ന് തന്നെ പോവുക തന്നെ വേണം എന്ന് പറയും. ഇപ്പൊ പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ആളുകൾ ആരെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാത്തവർ. ഒരു കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കില്ല, ഒന്നും ചെയ്യില്ലാത്തവർക്ക് ഒരു പ്രശ്നങ്ങളും കാണില്ല. അവരുടെ ജീവിതം എപ്പോഴും ഒരേ ലൈനിൽ കൂടി തന്നെയായിരിക്കാം പോവുക. താഴ്ചകളോ ഉയർച്ചകളോ ഒന്നും കാണില്ല. ജീവിത അവസാനം വരെ ചിലപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഈ പറയുന്നത് പോലുള്ളൊരു സാമ്പത്തിക സുരക്ഷിതത്വമോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എടുക്കാനുള്ള അവസരങ്ങളോ ജീവിതത്തിലെ ഭാഗ്യങ്ങളെ, സൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാനുള്ള ഒരു ശേഷിയോ ഒന്നും ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവരെപ്പോഴും നല്ല ഒരു സേഫ് മോഡിൽ ആണ് നിൽക്കുക, കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതാണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പോകാം.
അതിൽ പ്രശ്നമുണ്ട്. അവിടെ നമ്മളിങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തടസ്സങ്ങൾ നമ്മളിലേക്ക് വരും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മളിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കയറുമെന്നല്ല. പ്രതിസന്ധികൾ ഒരുപാട് നമ്മളെ ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനായിട്ട് വരുന്നതാണ് ഈ പ്രതിസന്ധികൾ. ഇന്ന് വിജയിച്ചു നിൽക്കുന്ന പല കമ്പനികളെയും എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിപക്ഷവും ഈ കോവിഡ് എന്ന് പറയുന്ന നമ്മൾ പലരും മഹാമാരി എന്നൊക്കെ വിളിച്ച ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴാണ് പല കമ്പനികളും ഇന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചത്. അതിന്റെ ഉദാഹരണങ്ങൾ ആമസോൺ കമ്പനി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഫ്ലിപ്കാർട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഇവരെല്ലാം തന്നെ രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴാണ്. പല കമ്പനികളും ഒക്കെ അടച്ചു പൂട്ടിപ്പോയി എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. വലിയ പല കമ്പനികൾ അടച്ചുപൂട്ടി, ചെറിയ കമ്പനികൾ അപ്പോൾ തന്നെ നിർത്തിയിട്ട് അവർ അടുത്ത ജോലിയിലേക്കൊക്കെ മാറി. പക്ഷെ അവിടെയൊക്കെ വിജയിച്ചു കയറിയോ, ഈ ഒരു പ്രതിസന്ധിയെ വളമാക്കിയവർ ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രതിസന്ധികൾ മാത്രമാണ് വളരുവാനുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പ് പോലെ നിൽക്കുന്ന കാര്യം. പ്രതിസന്ധികൾ മാത്രമാണ്. അവിടെ ഈ ഒരു വളർച്ചയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധികളെ പ്രണയിച്ചു തുടങ്ങണം എന്നാണ്. പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുവാൻ പഠിക്കുക. കാരണം ആ പ്രതിസന്ധിയാണ് അതിനപ്പുറത്ത് നമുക്കൊരു വലിയ സമൃദ്ധി നമ്മളെ തേടിയിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്, സൂചനയാണ് പ്രതിസന്ധികൾ എന്ന് വിശ്വസിക്കാൻ പഠിക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഈ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫലപ്രാപ്തി എപ്പോഴെങ്കിലും നമ്മളെ തേടി വരും. പക്ഷെ നമ്മൾ അവിടെ തളർന്ന് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ മടിച്ച് അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ അത് ഏറ്റവും വലിയ പാപം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മളോട് ചെയ്യുന്ന ക്രൂരത, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്വയം കബളിപ്പിക്കുന്ന ഒരു തലമാണ്. അതിനാണ് തുടക്കത്തിലെ പറഞ്ഞത്, സ്വയം കബളിപ്പിക്കുന്നവരാണ് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സാമ്പത്തികത്തെ ഞാൻ വലിയ കാര്യമായി കണക്കാക്കുന്നില്ല, എനിക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉയർന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ എന്ന് പറയുന്നവരെ ഹാർവേക്കർ പരിഹാസ രൂപത്തിൽ പാപ്പരായി അല്ലേ എന്ന് മറുചോദ്യം ചോദിച്ചു. ഇവിടെ നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. നമ്മളോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിലൊന്ന്, എന്തുകൊണ്ട് ഞാൻ ഇതുവരെ എൻ്റെ സാമ്പത്തിക ലക്ഷ്യം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയില്ല? ഈ ഒരു ചോദ്യം നമ്മളോട് കൃത്യമായി ചോദിച്ചു. വെറുതെ ചോദിക്കുകയല്ല, അതിൻ്റെ കാര്യങ്ങളെ വസ്തുതാപരമായി നമ്മൾ വിശകലനം ചെയ്യണം. എന്തുകൊണ്ട് എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ലക്ഷ്യം എന്തുകൊണ്ട് എനിക്ക് നേടുവാൻ കഴിയുന്നില്ല? പലപ്പോഴും പലരും വന്ന് നമ്മുടെ അടുത്ത് പറയുവാറുണ്ട്. ഇത്തരം ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും വ്യക്തിപരമായിട്ട് പറയാറുണ്ട്, വളരെ കാലമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിലേക്ക് എത്തുവാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും പരാജയം സമ്മതിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രതയുടെ ശക്തി കുറവാണ്. ഇവിടെ എല്ലാം തന്നെ അവർ പറയുന്നത് സാഹചര്യങ്ങളെ കുറിച്ചിട്ട് പറയും. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തി, ഇപ്പൊ ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, അതിലൂടെ കൂടുതൽ വരുമാനം നേടുക. കാരണം അങ്ങനെ വരുമാനം നേടിയ ഒത്തിരി ചെറിയ കുട്ടികളുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാക്കി കളയാന്ന് വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതിപ്പോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്, എൻ്റെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വളരെ ചീപ്പാണ്, അതൊക്കെ ഇതിലൂടെ ആളുകൾ കാണുമ്പോൾ എൻ്റെ ചാനലിന് റീച്ച് കിട്ടില്ല, അല്ലെങ്കിൽ ഞാനിത് എവിടെ പോയി ഇരുന്ന് ഷൂട്ട് ചെയ്യും, എൻ്റെ ഈ നല്ല ക്യാമറ ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ പ്രതിസന്ധികളൊക്കെ തന്നെയും ബാഹ്യമായിട്ടുള്ള തടസ്സമല്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിലെ ദൗർബല്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് 80% നിങ്ങൾ തന്നെയാണ്. അല്ലാതെ പുറത്തു നിന്നുള്ള ഇടപെടൽ വെറും 20% മാത്രമേ വരൂ. പലപ്പോഴും പറയാണ്ട് അവിടെ വളരെ അവന്മാർ സമ്മതിക്കില്ല, അവന്മാർ അവിടെ ലോബിയാണ്. അവിടെ ഒരു വലിയ ലോബി സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ പവർ ഗ്രൂപ്പ് അല്ലെ, 15 പവർ 15 ഗ്രൂപ്പ് ഒക്കെ ഉള്ള സമയം, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ തന്നെയും നമ്മുടെ ദൗർബല്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക, നമ്മളുടെ കഴിവ് കേട് എന്ന് തന്നെ പറയാം. ഈ ഒരു 80% നമ്മളെ പിറകോട്ട് പിടിക്കുന്ന കഴിവ് കേടുകളാണ് നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. ശരിക്കുമുള്ള ഒരു ബാഹ്യമായ ഇടപെടൽ യഥാർത്ഥത്തിൽ 20% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ബ്രയാൻ ട്രേസിയുടെ അഭിപ്രായം.
ബാക്കി 80 നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ബാഹ്യമായിട്ടുള്ള തടസ്സങ്ങളാണ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ കൽപ്പിച്ചു കൂട്ടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് സിവിൽ സർവീസ് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടി IAS പോകണം, ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യും. ഇവൻ വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചവനാണ്, വളരെ പാടുപെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിച്ചവനാണ്. വർഷങ്ങളോളം ഇവൻ ഇങ്ങനെ കടവും വിലയും അവിടെ നിന്ന് ഇവിടുന്നും ഒക്കെ സഹായങ്ങളും ഒക്കെ കൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എത്തുവാൻ കഴിയുന്നില്ല. എന്താണ് എനിക്ക് കഴിയാത്തത് എന്ന് ചോദിച്ചാൽ അവന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അവനെ അവിടേക്ക്. ഇപ്പൊ നേരെ മറിച്ച് ഒരു കളക്ടറായ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബത്ത് മുഴുവൻ കളക്ടർമാരോ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയെ സംബന്ധിച്ചോളം ഇവൻ വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തുന്നത് കാണാൻ കഴിയും, കളക്ടറായിത്തീരുന്നത്. കാരണം ഇവന്റെ ബ്രെയിനിൽ മുഴുവൻ, മനസ്സിൽ മുഴുവൻ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കളക്ടറാകാൻ ഒരു പ്രശ്നമില്ല. കാരണം എന്റെ അച്ഛൻ ഈസി ആയിട്ടായി, അമ്മയായും അല്ലെങ്കിൽ അമ്മാവൻ കളക്ടറായിരുന്നു, ഇവര് ഇങ്ങനെ. അല്ലെങ്കിൽ ഡോക്ടർമാരുടെ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഡോക്ടറാകുന്നു. പക്ഷെ അതല്ലാത്തൊരു സാഹചര്യത്തിൽ വരുന്നതുകൊണ്ട് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യം ഇവരുടെ ഒരു ഉപബോധ മനസ്സിൽ അടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അത് വളരെ പാടുപിടിച്ചൊരു സംഗതിയാണ്. അവിടേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് കഴിയില്ല, എൻ്റെ കുടുംബത്തിലുള്ളവർ കഴിയില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് താമസം നേരിടുന്നത്. അല്ലാത്ത ആളുകൾ എന്താ, ഇത് നിരന്തരം ഇത് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന വീടുകളിലെ കുട്ടികൾ വളരെ പെട്ടെന്ന് അവിടെ എത്തിച്ചേരുന്നതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ ഒരു ഉള്ളിലെ അല്ല നമ്മുടെ അകത്തുള്ള നമ്മെ പിടിച്ച് പുറകോട്ട് പിടിക്കുന്ന ഉൾവലിവുകളാണ്. പലപ്പോഴും നല്ല അവസരങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോൾ, ഇപ്പൊ നമ്മൾ വീണ്ടും പ്രഭാഷണത്തിലേക്ക് വരിക, നമ്മളൊരു പ്രഭാഷണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പലപ്പോഴും നല്ല അവസരങ്ങൾ, ഈ അവസരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ചാടിക്കറി പിടിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് കിട്ടുന്നുണ്ട്, ഒരാൾ നമ്മുടെ അടുത്തേക്ക് അവസരമായിട്ട് വരിക, അപ്പൊ തന്നെ നമ്മൾ അതിന് റെഡിയായി. ഇല്ല എങ്കിൽ പിന്നീട് ഈ അവസരം വന്നൊന്നും വരില്ല. കാരണം നമുക്കൊരു വലിയ വേദിയിൽ പ്രസംഗിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ശിവഗിരി മഠത്തിലെ വലിയ വേദിയിൽ ഒരു വലിയ VIP-കളൊക്കെ വരുന്നൊരു വേദിയിൽ സംസാരിക്കുവാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മളോട് അവിടുത്തെ ആരെങ്കിലും വന്ന് ചോദിക്കുക, സ്വാമിമാരോ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അയ്യോ എന്നെ കൊണ്ട് പറ്റും, അവിടെയൊന്നും വന്ന് പ്രസംഗിക്കാനുള്ള ശക്തിയൊന്നും എനിക്ക് യാത്രയൊന്നും ഇല്ല എന്ന് പറയും. നോ, അങ്ങനെയല്ല ചെയ്യാം. നമ്മൾ അതൊരു അവസരത്തിന് വേണ്ടി പ്രിപ്പയർ ആവുക, റെഡിയാണ് ഞാൻ. കാരണം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ വളർച്ചയ്ക്ക്. അല്ലെങ്കിൽ നമുക്ക് പ്രഭാഷകൻ എന്നൊരു തലത്തിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അതിലേക്കുള്ള ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം വെച്ചു തരുന്ന ഒരു തുരുമ്പുകളാണ്. ഇവിടെ നമ്മൾ പിടിച്ചു കയറുവാൻ ശ്രമിക്കും. കാരണം ഇവിടെ ഒരിടത്ത് കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിലും വലിയ വേദികളിലായിരിക്കും നമുക്ക് പ്രസംഗിക്കുവാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് നമുക്ക് അത്തരം ഒരു വേദിയിൽ എത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ വലിയ ലക്ഷ്യം. പക്ഷെ അത് നമ്മളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്കൊരു പ്രശ്നമേ അല്ലാതായി മാറുന്നു. ഇതിന്റെ വലുതെവിടെ? റെഡ് ഫോർട്ടിൽ പോയി പ്രസംഗിക്കുക, പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് പ്രസംഗിക്കുക, ഇതായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യത്തിൽ. അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പം ചിക്കാഗോയിൽ പോയി വിവേകാനന്ദ സ്വാമികൾ പ്രസംഗിച്ചത്. കാരണം ഇദ്ദേഹം അവിടെ പോയി ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്, എനിക്കൊരു വേദി കിട്ടുമോ, സർവമത സമ്മേളനത്തിൽ കൂടുതലൊന്നും വേണ്ട 10 മിനിറ്റ് സമയം എനിക്ക് അനുവദിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വിമാനം കയറുകയാണ്. പക്ഷെ ഈ ഒരു 10 മിനിറ്റ് അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് എടുത്തില്ല, 9 മിനിറ്റ് ബാക്കി സെക്കൻഡുകൾ മിച്ചമുള്ളപ്പോൾ ഇദ്ദേഹം കാരണം എന്ത് ചെയ്തു, ഒരു അച്ചടക്കമുള്ള ആളായി പ്രസംഗിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ചിലപ്പം ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, പ്രസംഗം പരിശീലിക്കുന്നവരെ വേദി കയറാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരിക്കാം. ഇത് ഇത്തിരി പ്രസംഗിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, സമയവും കാലവും ഒന്നും നോക്കാതെ അവിടെ നിന്ന് കയ്യിലുള്ളത് മുഴുവൻ ഞാൻ ഇവിടെ ഉള്ളവനെ പഠിച്ചിട്ട് പോകുന്നു, മണിക്കൂറുള്ള അവിടെ നിന്ന് പ്രസംഗിക്കും. അതും വേണം, അച്ചടക്കശീലവും വേണം. ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആളുകളെ മുഷിപ്പിക്കാത്ത രീതിയിൽ പോകുന്ന ഇതും കൂടെ. ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ലോകം വിവേകാനന്ദ സ്വാമികളെന്ന് നരേന്ദ്രനെ വിളിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ചിക്കാഗോയിലെ സർവമത സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വിമാനം കയറി ചെന്നിട്ട് മാർഗരറ്റ് മദാമ്മ എന്ന് പറഞ്ഞ മദാമ്മയെ പരിചയമുണ്ട്, ഈ സ്ത്രീയോട് ചെന്ന് ആവശ്യപ്പെടുകയാണ്, എനിക്കിവിടെ ഒരു വേദി തരപ്പെടുത്തി തരുമോ എന്ന് ആവശ്യപ്പെടുകയാണ് ആദ്യം ചെയ്തത്. പക്ഷെ പിന്നീട് ഈ വേദിയിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഇതേ മാർഗരറ്റ് അവസരം കൊടുക്കുവാൻ സഹായിച്ച അതേ മാർഗരറ്റ് മദാമ്മ തന്നെ പിന്നീട് എന്ത് ചെയ്തു, സിസ്റ്റർ നിവേദിത എന്ന് പേര് സ്വീകരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായിട്ടൊക്കെ മാറിയ കഥകൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നീട് മടങ്ങിപ്പോരുന്നത് വരെ
ഈ ചിക്കാഗോയിൽ നിന്ന് ഇദ്ദേഹം തിരികെ പോരുന്നത് വരെ ഇദ്ദേഹത്തിന് പ്രാഥമിക കർമ്മങ്ങൾ ഒഴിച്ച് ഭക്ഷണം കഴിക്കുക, മറ്റു കാര്യങ്ങൾ, രാവിലെ നമ്മൾ ചെയ്യുന്ന പ്രാഥമിക കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ പിന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രയായിരുന്നു. കാരണം പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഇദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു വന്ന ആളുകൾ വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു തലത്തിലേക്ക് മാറി. അപ്പോൾ ഇവിടെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ സമാധി ചതയ പ്രഭാഷണത്തിനൊക്കെ ആരുടെങ്കിലുമൊക്കെ ഒന്ന് പുതിയതായിട്ട് തയ്യാറെടുക്കാൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വർഷം പറഞ്ഞതാണ്, പിന്നെ അവര് ആ വഴിക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഈ അടുത്ത വർഷം എന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നതുകൊണ്ട് തീർന്നു. കിട്ടുന്ന സ്ഥലം അവിടെ തന്നെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം. എന്തെങ്കിലും അവിടെ നമ്മൾ കാട്ടിക്കുട്ടി വെക്കുകയല്ല, ഭംഗിയായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം നമുക്കതിന്റെ പ്രയോജനങ്ങൾ കൂടുതലായിട്ട് ലഭിച്ച് നമ്മൾ ആ തലത്തിൽ കൂടുതൽ, ഇതിപ്പം പ്രഭാഷണം ഒരു ഉദാഹരണം, ഇതുപോലെ ഓരോ കാര്യങ്ങളിലും അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഓരോ മേഖലകളാണല്ലോ, ഇതിൽ ഓരോ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കവിടെ ഭംഗിയായിട്ട് ആ മേഖലയിൽ വിജയിക്കുക. ചിലപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദീർഘകാല കാലയളവൊക്കെ മാറിയിട്ട് പെട്ടെന്ന് നമ്മൾ ആ ഒരു തലത്തിലേക്കൊക്കെ എത്തിച്ചേരും. അപ്പൊ നമ്മളൊരു 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ വലിയൊരു പ്രഭാഷകൻ സുകുമാർ അഴീക്കോടിനെ പോലെ പ്രസംഗിക്കുന്ന വ്യക്തിയായി മാറുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇത്തരം ഒരു അവസരങ്ങൾ വരുമ്പോൾ അവിടേക്ക് നമ്മൾ ചാടിപ്പിടിക്കുവാൻ ഉള്ള ധൈര്യം, മനോധൈര്യം കാട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 10 വർഷത്തിന് മുൻപ് തന്നെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും. നമ്മുടെ ഡെഡ് ലൈന് മുമ്പ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക്, ലെവലുകളിലേക്ക് വളർന്നു വരുന്നതായിട്ട് കാണാം. അപ്പൊ അവിടെ നമുക്കുള്ള അറിവ്, ശേഷി എന്നിവ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും പ്രസംഗത്തിന് പോകുമ്പോൾ നമ്മളെ അവിടെ പിറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ അതിലൊന്നാണ് സ്റ്റേജ് ഫിയർ, സഭാകമ്പം. അതായത് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അയ്യോ ആരെങ്കിലും ഒക്കെ കേട്ടാ എന്ത് വിചാരിക്കും, ആരെങ്കിലും ഒക്കെ എന്നെ എല്ലാവരും എന്നെ കാണില്ലേ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കുന്നത്. സ്റ്റേജ് ഫിയർ മാറുക, സഭാകമ്പം മാറ്റിയെടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്, അയ്യോ എന്റെ വസ്ത്രമൊക്കെ തീരെ പോരാ, ഡ്രസ്സൊക്കെ മോശമായ ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്, എങ്ങനെയാ വേദി കയറുക, ഇതൊരു പ്രശ്നം. പിന്നീട് എന്താണ്, വൊക്കാബുലറി, പദസമ്പത്ത് കുറവാണ്. കാരണം ഈ പദസമ്പത്തുള്ളവർക്കാണ് ഇങ്ങനെ ഫ്ലോയിങ്ങിൽ സംസാരിക്കാൻ പറ്റുക, ഫ്രീ ഫ്ലോയിങ്. അനർഗളം നിർഗളം പ്രവഹിക്കുക എന്ന് പറഞ്ഞതുപോലെ സംസാരിക്കണമെങ്കിൽ നല്ല പദസമ്പത്ത്, വൊക്കാബുലറി നമുക്കുണ്ടായി. ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, നമ്മൾ കൂടുതൽ വായിക്കുക എന്നുള്ളതാണ്. വായിക്കുക, കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഇനിയും വരുന്ന വേറെ പ്രശ്നങ്ങൾ, നമുക്ക് ശബ്ദം നമ്മുടെ പോരാ, അല്ല ശബ്ദത്തിന് എന്തെങ്കിലും ഒരു ഗാംഭീര്യക്കുറവൊക്കെ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ ഈ ഒരു പ്രഭാഷണത്തിലേക്ക് പോകുമ്പോൾ പിറകോട്ട് പിടിക്കും. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നോക്കുക, എന്തൊക്കെ കഴിവുകളില്ല. ഇപ്പം സ്റ്റേജ് ഫിയർ ആണെങ്കിൽ സ്റ്റേജ് ഫിയർ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്, ധൈര്യപൂർവ്വം വേദികൾ ഉള്ളിടത്തൊക്കെ, ചെറിയ ചെറിയ വേദികളാണെങ്കിൽ പോലും ഇവിടെയൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് നമ്മുടെ സ്റ്റേജ് ഫിയർ. അല്ലെങ്കിൽ മറ്റൊരു ഫിയറും കൂടി ഉണ്ട്, വേറെ ഏതെങ്കിലും വലിയ പ്രമുഖരായ ആളുകളൊക്കെ വേദിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഉള്ളതും കൂടെ പറയാൻ പറ്റാതെ വരുന്ന പല ആളുകൾക്ക്. കാരണം ഒരു പേടി, കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനം കിടപ്പുണ്ടെന്ന് അറിയാം, പക്ഷെ അത് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ഇതുമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അത്തരം വേദികൾ വലിയ വലിയ വ്യക്തികളോടൊപ്പം തന്നെ നിന്ന് സംസാരിക്കുന്ന തലത്തിലുള്ള അവസരങ്ങളെ കിട്ടുമ്പോൾ അതിനെ ചാടിപ്പിടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയത്തിൽ നിന്ന് മാറി വരുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ നിലവിലെ കയ്യിലുള്ള ടൂളുകൾ എന്തൊക്കെയാണ്? പദസമ്പത്തുണ്ടോ, വൊക്കാബുലറി നമുക്കുണ്ടോ, വായന നമുക്ക് അധികമുണ്ടോ? ഇല്ലെങ്കിൽ ആ വായന കൂട്ടുവാൻ ശ്രമിക്കണം, കൂടുതൽ വായിക്കണം. അതിനുവേണ്ടി കൃത്യമായ സമയം കണ്ടെത്തണം. ദിവസവും ഇത്ര സമയം ഞാൻ വായിച്ചിരിക്കുന്നുള്ള തീരുമാനമെടുക്കണം. ഇത് കൃത്യമായി ചെയ്തുക്കണം. ഒരു ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ വായിച്ചാൽ തന്നെ ഒരു വർഷം കൊണ്ട് ഒരു 20ഓളം പുസ്തകങ്ങൾ നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കും. അത് തന്നെ വലിയൊരു സമ്പത്താണ്, വലിയൊരു വൊക്കാബുലറി നേടിത്തരുന്നതാണ്. അതുപോലെ സ്റ്റേജ് ഫിയർ മാറ്റാം. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കുള്ള അവസ്ഥ എവിടെയാണ്, ഇതിനെ മാറ്റുവാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ ഓരോരുത്തരും ചെയ്യണം. പിന്നീട് നമ്മൾ അല്പം വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചെങ്കിലും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് പലപ്പോഴും ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കുവാൻ കഴിയുകയില്ല. പല വ്യക്തികളുടെയും പല ഗ്രൂപ്പുകളുടെയും സഹായം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത്, നമുക്ക് ചുറ്റും ആരൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ കഴിവുള്ള വ്യക്തികൾ, അല്ലെ നമുക്ക് ചുറ്റും നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള
മനസ്സുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ഇവയൊക്കെ നമ്മൾ കൃത്യമായി കണ്ടെത്തേണ്ടി വരും. ഈ ഗ്രൂപ്പുകളുടെ സഹായത്തെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കണം. ഈ വ്യക്തികളെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ വ്യക്തികളിൽ നിന്ന് എങ്ങനെ സഹായം നേടാം എന്നുള്ളത് പലപ്പോഴും ചോദിച്ചില്ല. അപ്പോൾ ഒരാളിൽ നിന്ന് സഹായം കിട്ടുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അങ്ങോട്ട് കയറി അദ്ദേഹത്തെ സഹായിക്കും. അദ്ദേഹത്തിന്റെ പല അവസരങ്ങളിലും ഇദ്ദേഹത്തെ സഹായം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും ആവശ്യപ്പെടാതെ തന്നെ ഇദ്ദേഹത്തിനെ പോയി നമ്മൾ സഹായിക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് സഹായം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും. നേരെ മറിച്ച് നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് ഒരു സാധനം കടം ചോദിക്കുമ്പോൾ അത് പല രീതികളിൽ ചോദിക്കാറുണ്ട്. നമ്മൾ നിരന്തരം ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ചിലപ്പോൾ പ്രത്യേകിച്ചുള്ള ഒരു താഴ്ന്ന് ചോദിക്കേണ്ട, അവിടെ ചെന്ന് ചിലപ്പോൾ നമുക്ക് വേണം എടുത്തുകൊണ്ട് പോരാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ. കാരണം നമ്മൾ ഒരുപാട് അവരെ സഹായിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഒരാവശ്യത്തിനും അങ്ങോട്ട് ചെന്നിട്ടില്ല, ഒരു സഹായം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് ആ ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസം. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. അവസരങ്ങൾ, അവർക്ക് സഹായം ആവശ്യമുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ വിശകലനം ചെയ്ത് അവരെ നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് തിരികെ നമുക്ക് സഹായം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ആളുകളുടെയും ഗ്രൂപ്പുകളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു പോകുവാൻ വേണ്ട ഗ്രൂപ്പുകളേത്, വ്യക്തികളേത്, ഇവരുടെയൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കി വെക്കുക. ഇവരെ നമ്മൾ ഭംഗിയായും കൃത്യമായും ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. അത് ചിലപ്പോ നമ്മൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ആ സ്ഥാപനത്തിലെ ബോസ് ആയിരിക്കാം, സൂപ്പർവൈസർ ആയിരിക്കാം, മാനേജർ ആയിരിക്കാം, സബോർഡിനേറ്റ്സ് ആയിരിക്കാം, ഈ പറയുന്ന സഹായത്തിന്റെ ലിസ്റ്റിൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. നേരെ മറിച്ച് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉപഭോക്താക്കളുടെ സഹായം വേണ്ടി വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പണത്തിന്റെ സ്രോതസ്, ചിലപ്പോൾ ബിസിനസ്സുകാർക്ക് എന്താണ് കടമെടുക്കേണ്ടി വരും. കാരണം തുടക്കത്തിലെ ഈ പറയുന്ന പണം എവിടുന്നെങ്കിലും സമ്പാദിച്ച സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് വേണം അത് ബിസിനസ് ചെയ്ത് തിരികെ പോകുക. അപ്പോൾ ആ പണം വരുന്ന സ്രോതസ്സുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടവുമെല്ലാം നമ്മൾ കൃത്യമായിട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് വേണം അവിടെ നിന്ന് ഈ സഹായങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കും. അപ്പോൾ അവിടെയെല്ലാം തന്നെ പറയുന്നത് ഈ പറയുന്ന വ്യക്തികളെയൊക്കെ ആദ്യം നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ വളരെ സുഖകരമായിട്ട് അവിടുന്ന് സഹായം ഇങ്ങോട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ചിലപ്പോൾ ഒരുപക്ഷെ 10 സഹായം അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു സഹായം ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് പ്രശ്നമേ അല്ല. അവർക്ക് ചെയ്യുവാൻ ഒരു മടിയും കാണില്ല. അവരുടെ ഒരു കടമ പോലെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളിലേക്ക് അവർ സഹായം എത്തിച്ചു തന്നു. ഈ ഒരു രീതി അവിടെ ഉപയോഗിക്കാൻ പറയും. ഇതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ വീടിന് വെളിയിലുള്ള കാര്യങ്ങളാണ്. ഓഫീസിലെ ആകാം, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആകാം. ഇത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ സഹായമാക്കി അപേക്ഷിച്ചു ഇതിനു വേണ്ടി ചെയ്യേണ്ടത് പലപ്പോഴും പലർക്കും ഒരു പ്രതിബന്ധമാകാറുള്ളത് കുടുംബത്തിലെ തടസ്സങ്ങൾ ഉണ്ടാവും. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്കറിയാം. കുടുംബത്തിലെ പല തടസ്സങ്ങൾ നമ്മളെ വളരാൻ സമ്മതിക്കാതെ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ കുടുംബത്തിലുള്ളവരോട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യം ഇതാണ്, ലക്ഷ്യം നേടുവാൻ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു, ഇത്ര നാളാണ് ഞാൻ എടുക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിന് നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളും ഈ ലക്ഷ്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നടക്കാതെ വരുമ്പോഴാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിന്റെ പുറകെ പോകുമ്പോൾ ഈ വീട്ടിൽ പല ചെയ്യേണ്ട കാര്യങ്ങളില്ല, അപ്പോൾ അസ്വാരസ്യം ഉണ്ടാകും. അപ്പൊ അതിന് മുൻകൂട്ടി തന്നെ അവരോട് പറയണം, എന്റെ ലക്ഷ്യം ഇതാണ്, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്, നിങ്ങളുടെ കൂടി സഹായം. അപ്പൊ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവരുടെ കൂടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി അവർ നമ്മളെ വീട്ടിൽ ചെയ്ത് സഹായിക്കുന്ന കുടുംബാംഗങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ മുൻകൂട്ടി അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പം കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കുടുംബാംഗങ്ങളുടെ സഹകരണവും പിന്തുണയും നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവരെയെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് സഞ്ചരിക്കുവാൻ സമയം അതിക്രമിക്കുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണമെന്ന്. നമ്മളിപ്പോൾ ഇന്ന് മുഹമ്മദ് വിശ്വകാരി മഠത്തിലേക്ക് പോകുന്ന അനവധി ആളുകളുണ്ട്. ഇവിടേക്ക് പോകുമ്പോൾ നമ്മളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പോലെ പോകാനുള്ള വഴി, ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് കോട്ടയം വന്ന്, കോട്ടയത്തു നിന്ന് നമ്മുടെ കുമരകത്തെത്തി, അവിടുന്ന് കവണാറ്റിങ്കര വഴി, അവിടുന്ന് തണ്ണീർമുക്കം പണ്ടും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുഹമ്മദിലേക്ക് പോകുന്നു. ഈ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് പോലെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നമുക്ക് ഓരോ റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കണം. കാരണം നമ്മൾ ചെല്ലേണ്ട സ്കിൽ സെറ്റ് നേടേണ്ട പ്രസ്ഥാനങ്ങൾ, സ്കിൽ സെറ്റ് നേടുവാൻ നമ്മൾ ചേരേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ കാണും.
ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്തു വെക്കണം ഈ വളർച്ചയിലേക്ക്. ഈ ഒരു റൂട്ട് മാപ്പിലൂടെ നമ്മൾ, കാരണം നമുക്ക് വഴി തെറ്റാതെ പോകുവാൻ ഈ റൂട്ട് മാപ്പ് അത്യാവശ്യമാണ്. ഇന്നിപ്പോ ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഗൂഗിൾ മാപ്പ് ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ എത്താം. അപ്പോൾ അങ്ങനെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ നടന്നിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ നേടാൻ പോകുന്ന ലക്ഷ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാഗ്യ സംവിധാനങ്ങളെ നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നതായിട്ട് ചിലപ്പോൾ നമ്മൾ ഭാവനയിൽ കാണുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടേക്ക് വളരെ വേഗത്തിൽ, കാരണം നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന എന്താണ്, വേഗത്തിൽ എത്തിച്ചേരുക. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ചിലപ്പോൾ 100-99% പേർക്കും ഉണ്ടെങ്കിലും ഇതിന് കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ എത്തുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ അതിനുള്ള വേഗത വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആളുകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടി ചേർക്കുകയാണ്. അചഞ്ചലമായി സ്ഥിരോത്സാഹത്തോടെ നിലകൊള്ളുക. നിങ്ങൾ ഒരിക്കലും ലക്ഷ്യം ഉപേക്ഷിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചു, നല്ല ഉത്സാഹം വേണം ഇപ്പോൾ. അതോടൊപ്പം ഈ ലക്ഷ്യം ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല, എന്ത് പ്രതിസന്ധികൾ വന്നാലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ മനസ്സിൽ ഇടയ്ക്കിടെ എടുത്തുകൊണ്ടേയിരിക്കുക, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ സ്പഷ്ടമായും നിശ്ചയമായും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ എത്തും. ഇന്ന് നമ്മൾ പറഞ്ഞത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്, അവിടേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. നമ്മൾ ചിന്തിച്ചാൽ മാത്രം കാര്യമായില്ല, ഇവിടെ നടപടികൾ കൂടി എടുക്കണം. ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും സമയം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദിയും. താങ്ക് യു.